ശ്രീകുമാർ, ഇപ്പോൾ സർക്കാർ നേരിട്ട് നടത്തുന്ന ഒരു കൊള്ള എന്ന രൂപത്തിൽ പ്രതിപക്ഷത്തിന് വേണമെങ്കിൽ പുറമേ നിന്നും വിമർശനം ഉന്നയിക്കാം. പക്ഷേ സർക്കാരിന് ശബരിമലയ്ക്കകത്ത് കാര്യമില്ലല്ലോ. ഇപ്പോൾ ദേവസ്വം മന്ത്രിയിലേക്കൊക്കെ ആ അന്വേഷണം എത്തുമെന്ന് അങ്ങേക്ക് കരുതാൻ കഴിയുമോ? ദേവസ്വം മന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്നും പാളി കൊണ്ടുപോയത്, പാളിയുടെ ഇത്രയും സ്വർണം എടുത്തു കൊണ്ടുപോയത്, അതിൻ്റെ ഓഹരി ദേവസ്വം മന്ത്രിക്ക് കിട്ടിയിരിക്കുന്നു എന്ന രൂപത്തിലൊക്കെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ? ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ വീഴ്ച, ബോധപൂർവം വരുത്തിയ വീഴ്ച, അല്ലെങ്കിൽ അവർ ഇത് ചെമ്പുപാളിയാണെന്ന് രേഖപ്പെടുത്തിയത്, അതിൻ്റെയൊക്കെ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. ആ നിലയ്ക്കല്ലേ അതിനെ കാണാൻ പറ്റൂ. നേരത്തെ ശ്രീ ഗോപൻ പറഞ്ഞതുപോലെ അതിന് മുന്നിലുള്ള കാലത്തേക്ക് നോക്കിയാൽ അവിടെയും ചില അനാസ്ഥകൾ, കുഴപ്പങ്ങളൊക്കെ കണ്ടെത്താനാകും. നോക്കൂ ശ്രീമതി സ്മൃതി, ദേവസ്വം ബോർഡ് രൂപീകരിക്കുന്നത് അവിടുത്തെ ദൈനംദിന ഭരണം നടത്താനാണ്. അങ്ങനെ ഭരണം നടത്തുമ്പോൾ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അത് ബന്ധപ്പെട്ട മന്ത്രി അറിയിക്കുമല്ലോ. 2019 മുതൽ 25 വരെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ കോടതി പറയുമ്പോൾ 19 ഈ സ്വർണം പാളികൾ കൊണ്ടുണ്ടാക്കിയ കഥവ്, പിന്നെ സ്വർണം പൂശിയ സംഭവം വരുമ്പോൾ അത് ബോർഡ് അറിഞ്ഞെങ്കിൽ ആ ബോർഡ് എന്താ അതാത് കാലത്തെ ദേവസ്വം മന്ത്രി അറിയിക്കും. അങ്ങനെ മന്ത്രി അറിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ആ വകുപ്പ് ഭരിക്കാൻ അവർ യോഗ്യരല്ലെന്നാണ്. അത് ജി സുധാകരൻ അതാ പറഞ്ഞത്. എൻ്റെ കാലത്തൊന്നും സംഭവിച്ചില്ലല്ലോ ജി സുധാകരൻ പറഞ്ഞില്ലേ. 6 ഗവൺമെൻറ് ഭരിച്ചതിൽ 4 ഗവൺമെൻറ് LDF ആയിരുന്നു, 2 ഗവൺമെൻറ് UDF. UDFിൻ്റെ കാലത്തെ ബോർഡ് ഭരണസമിതിയെക്കുറിച്ച് ഒരു ആരോപണം വന്നു. അവിടുത്തെ ശബരിമലയിലെ പാത്രങ്ങൾ വാങ്ങുന്ന സംബന്ധിച്ചുള്ള ഒരു അഴിമതി ആരോപണം വന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മറ്റുള്ളവർക്ക് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് എല്ലാവരുടെയും കാലത്തും. ക്ഷേത്രക്കൊള്ള, സ്വർണ്ണക്കൊള്ള കോടതി ഇടപെട്ടത് ഇക്കാലത്തല്ലേ. അത് നിസ്സാരമായി കാണാൻ പാടില്ല. ഇതിന് മുഖ്യമന്ത്രി പ്രതികരിക്കണമെന്ന് ഞാൻ പറഞ്ഞത് നേരം വെളുത്തിട്ട് എല്ലാ ദിവസവും മുഖ്യമന്ത്രി നമ്മുടെ ശബരിമലയെക്കുറിച്ച് പ്രതികരിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. നമുക്ക് ചില സംശയങ്ങൾ വരും. ബോർഡ് പ്രസിഡന്റിനെ മാറ്റുമോ, ബോർഡ് പിരിച്ചുവിടുമോ? അപ്പോൾ അതിൻ്റെ ഉത്തരം പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയെ കാണാനുള്ള അവസരമാണ് എല്ലാ ബുധനാഴ്ചകളിലെയും മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള പത്രസമ്മേളനം. അതില്ല, 10 വർഷമായിട്ട് അതില്ലാത്തതുകൊണ്ടാണ് ഇതൊരു പലതും സംശയത്തിന് നേരിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ചോദ്യങ്ങൾ ഉയരുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതൊക്കെ പറഞ്ഞത് ആരാ സ്മൃതി? ഇതൊക്കെ പറഞ്ഞത് അനന്തഗോപനും പത്മകുമാറും ജി സുധാകരനൊക്കെ അല്ലേ. പത്മകുമാർ എന്താ പറഞ്ഞേ? ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നത് 2007 ആദ്യം വന്നത്. 2007 ആരാ ഭരിച്ചത്? LDF. അപ്പോൾ ഇവരിത് മാറ്റാൻ ശ്രമിച്ചു, 2004 അത് പിന്നെ അവർ നിർത്തി. ആ കമ്മ്യൂണിസ്റ്റ് ഗുളിക പിന്നെ വിഴുങ്ങിയില്ല, അത് നിർത്തി. 2007 എന്നുള്ള പത്മകുമാറിൻ്റെ മറ്റേ അഭിപ്രായം അവിടെ കിടപ്പുണ്ട്. പിന്നെ അതിന് ശേഷം വന്നത് പത്മകുമാറും അനന്തഗോപനും തമ്മിൽ നടത്തിയ പത്രസമ്മേളനങ്ങളെ കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് കൂടാതെയുള്ള വിഷയങ്ങൾ പിന്നെ എങ്ങനെയാണ് വന്നത്? കോടതി ഇടപെട്ടുകൊണ്ടാണ്. കോടതി ഇടപെടുമ്പോൾ ഒരുപാട് സംശയങ്ങൾ വരുന്നത്. അയ്യപ്പ സംഗമം നടത്തിയില്ലേ? അയ്യപ്പ സംഗമത്തിൽ രാഷ്ട്രീയം ഉണ്ടെന്നുള്ളത് ശരി, പക്ഷേ ഇവർ മുൻകൂട്ടി അറിഞ്ഞിരുന്നോ ഇങ്ങനെ ഒരു ശബരിമലയിലത്തെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഇങ്ങനെ ചില പ്രശ്നങ്ങൾ വന്നേക്കാം, അതിന് മുൻകൂർ തടയിടാനായിട്ട് ഞങ്ങളിതാ അയ്യപ്പനെ സേവിക്കാൻ വരുന്നു എന്ന് അവർ ധരിച്ചിരുന്നു? അങ്ങനെ പറയാമല്ലോ, മുൻകൂട്ടി കാണാൻ കഴിയുമല്ലോ. കാരണം സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ടായിരുന്നു, കോടതി നിരീക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് എത്തും. ഇനി അയ്യപ്പ സംഘം കഴിഞ്ഞിട്ട് 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിലെത്തി. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ഉള്ള ഒരു സംഘമാണെന്നും വേണമെങ്കിൽ ആരോപിക്കാമല്ലോ. ഇത് ഏത് രീതിയിലും പറയാം. കാരണം വിശ്വാസികളുടെ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പ സംഗമം നടത്തിയതിന് ശേഷം നടന്ന ഈ സംഭവങ്ങളൊക്കെ വരുമ്പോൾ വിശ്വാസികളുടെ സംഗമം നടത്തിയ ഗവൺമെൻറ് അതിന് ഉത്തരം പറയേണ്ടി വരും. അല്ലെങ്കിൽ അയ്യപ്പ സംഗമം നടത്താൻ പാടില്ലായിരുന്നു. അയ്യപ്പ സംഗമം നടത്തിയത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ അവിടെ നടത്തിയ കൊള്ളയെക്കുറിച്ച് പറയാനും അവർക്ക് ബാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഇപ്പോൾ പ്രശാന്തിനെ മാറ്റുമോ മാറ്റിയില്ല എന്നുള്ളതല്ല, അടുത്ത ദേവസ്വം ബോർഡിനെ നിയമിക്കണമല്ലോ. അടുത്ത ദേവസ്വം ബോർഡിനെ നിയമിക്കുമ്പോൾ ഈ പാർട്ടി ആദ്യകാലത്ത് ചെയ്ത ഒരു ശൈലിയുണ്ട്. ആദ്യകാലങ്ങളിൽ പാർട്ടി ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗത്തെയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെയൊക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് വെക്കും. പഴയ കാലത്ത് അങ്ങനെയല്ല, സഹയാത്രികരെ വെച്ചിരുന്നു. ഒരു നിഷ്പക്ഷനായ ഒരാളെ കുറച്ചു കാലത്തേക്ക് വെക്കാൻ ഇവർക്ക് പറ്റുമോ? ഇവർക്ക് ധൈര്യമുണ്ടോ അതിന്? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇതുവരെ കഴിഞ്ഞ കോടതിയുടെ ഈ അന്വേഷണത്തിന് കൂടാതെ ഈ ദേവസ്വത്തിൻ്റെ കൃത്യമായ കാര്യങ്ങൾ ഒരാളെ വെച്ച്, പുതിയ പ്രസിഡന്റിനെ വെച്ച് അന്വേഷിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് വാങ്ങിക്കാൻ മുഖ്യമന്ത്രിക്ക് പറ്റുമല്ലോ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ മുഖ്യമന്ത്രി നമ്മൾ കാണണം. അതുകൊണ്ടാണ് നമ്മളത് ചോദിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, അദ്ദേഹത്തെ കാണാത്തത്. പിന്നെ ഇവരെന്ത് പറഞ്ഞാൽ ഇപ്പോൾ ഗോപൻ തന്നെ എത്ര പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ശൈലി, അദ്ദേഹത്തിൻ്റെ മാറിപ്പോയത്. കാരണം ഇവർ പെട്ടുപോയി, CPM പെട്ടുപോയി ഈ വിഷയത്തിൽ. അവരെ അതിദാരിദ്ര്യം പ്രഖ്യാപിച്ചു, അതുപോലെ പെൻഷൻ പ്രഖ്യാപിച്ചു, ഒക്കെ മുങ്ങിപ്പോയില്ലേ? ഒക്കെ മുങ്ങിപ്പോയില്ല. 1-2 ദിവസത്തെ ആയുസല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതൊക്കെ മുങ്ങിപ്പോയി. അതിദാരിദ്ര്യം പ്രഖ്യാപിച്ചതും ചർച്ചയായി, വിവാദമായി, അത് കഴിഞ്ഞു. അതുപോലെ PMC പദ്ധതി ഒപ്പിട്ടതും അത് കുറച്ച് വിവാദം ഉണ്ടാക്കി. ഞാൻ പറയട്ടെ ശരി, അത് സാറ് മറക്കാനൊന്നും നോക്കണ്ട. അല്ല
അല്ലല്ല, അതെ, സ്മൃതി ഇടപെട്ടപ്പോൾ അങ്ങേക്ക് ദേഷ്യമൊന്നുമില്ല. ഞാൻ പക്ഷേ ദേഷ്യപ്പെടില്ല. കാരണം എനിക്ക് അങ്ങയുടെ ആ മാനസികാവസ്ഥ ഇപ്പോഴത്തെ അറിയാം. ഒരു പാർട്ടി പ്രതികൂട്ടിൽ നിൽക്കുന്ന ഒരു പാർട്ടിയെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങ് പറഞ്ഞോളൂ, ഞാനത് കേട്ടോണ്ടിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. അതായത് ഇവരിനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ശബരിമലയിലത്തെ ഇവർക്ക് പറ്റിയ തെറ്റുകൾ ഇവരെണ്ണി പറയേണ്ടി വരും ജനങ്ങളോട്. അതാണ് സ്മൃതിക്ക് ചോദിച്ച ചോദ്യം. ഈ ദേവസ്വം മന്ത്രിമാരെ ശബരിമല തീർത്ഥാടന കാലത്ത് ശബരിമലയിൽ തമ്പടിച്ചിട്ട് അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ടല്ലോ. ഇത്ര പേര് വന്നു, ഞങ്ങൾ വളരെ ഭംഗിയായി നടത്തി, അതിന്റെ ക്രെഡിറ്റ് എടുത്ത് പോകാറുണ്ടല്ലോ. ഇപ്പൊ എന്താ പറയാത്തത്? ആ ക്രെഡിറ്റ് എടുക്കുന്ന നേരം ഞങ്ങൾ ദേവസ്വം മന്ത്രിയും, ക്രെഡിറ്റ് ഇല്ലാതാകുമ്പം അത് സ്വയംഭരണ സ്ഥാപനവും. അത് ശരിയാവില്ലല്ലോ. ശരി. Debate with Smriti Parithikar.